ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്. കേട്ടുകേഴ്വിയില്ലാത്ത എന്ന് തന്നെ പറയാം. നമ്മുടെ സിനിമ സീരിയൽ രംഗങ്ങളിൽ ലഹരികൾ എത്ര പിടിമുറുക്കുന്നു എന്നുള്ളതിന് നമ്മുടെ സിനിമാ സെറ്റുകളിലും സീരിയൽ സെറ്റുകളിലും ഗുണ്ടകൾ, ലോക്കൽ റൗഡികൾ എത്ര പേര് പിടിമുറുക്കുന്നു എന്നുള്ളതിനുള്ള ഒരു നല്ല തെളിവാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പം മമ്മൂക്ക ഒരുപാട് സോഫ്റ്റായി, എല്ലാവരോടും നന്നായിട്ട് വഴങ്ങുന്ന ഒരാളാണ്. മമ്മൂക്ക സിനിമയിൽ വന്ന 80 കാലഘട്ടം ഇപ്പോഴായിരുന്നെങ്കിൽ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന തെമ്മാടി കൂട്ടങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ഇട്ട് കുത്തിയനെ. സീനിയർ ആണെന്നോ ബഹുമാനിക്കേണ്ട ആളാണെന്നോ നമ്മൾ എന്താ പറയുക സഭ്യതയോടെ അല്ലാതെ പെരുമാറാൻ പാടില്ലെന്നോ ഒന്നുമുള്ള ഒരു ബോധവും ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കില്ല എന്ന് തെളിയിക്കുന്ന നിരവധി കഥകൾ ദിവസവും കേൾക്കുന്നു. ഞാൻ വലയം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുകയാണ്. ആ സീരിയലിൽ എൻ്റെ നാട്ടുകാരനായ ഒരുത്തനെ ഞാൻ പ്രൊഡക്ഷൻ മാനേജരായിട്ട് വെച്ചു. കാരണം അവൻ നിരന്തരമായി എൻ്റെ വീട്ടിൽ വരും. അവന് കുമരരുന്നതായേ പറ്റൂ. അഭിനയം ആണ് അവൻ്റെ കമ്പം. ഞാൻ പറഞ്ഞിടാ, നിൻ്റെ ഈ മുഖം വെച്ചുകൊണ്ട് അഭിനയിക്കാൻ ഇറങ്ങരുത്. ഇവൻ വിടില്ല എന്നെ. അവസാനം ഞാൻ അവനെ എനിക്ക് പറ്റിയൊരു കൈകുറ്റപ്പാടാണ്. അവനെ ഞാനൊരു പ്രൊഡക്ഷൻ മാനേജരായിട്ട് ഈ വലയത്തിൽ വെച്ചു. നീ അത് പഠിക്ക്, പ്രൊഡക്ഷൻ മാനേജരൊക്കെ ആയി എക്സിക്യൂട്ടീവൊക്കെ ആയി വളരാൻ നോക്കുന്നുകൊണ്ട് വെച്ചു. അപ്പോൾ എൻ്റെ സീരിയലിൽ അഭിനയിക്കുന്ന മീനാക്ഷി എന്ന് പറഞ്ഞ് കോഴിക്കോട്ടുള്ളൊരു നടിയുണ്ട്. മീനാക്ഷിയുടെ മകനായിട്ടാണ് എൻ്റെ മകൻ അവളെ അമ്മ എന്ന് വിളിച്ചാണ് വലയത്തിൽ അഭിനയിച്ചത്. മല്ലിയ ചേച്ചിയുടെ മകളുടെ വേഷമാണ് മീനാക്ഷിക്ക്. മീനാക്ഷിയുടെ മകനായിട്ടാണ് എൻ്റെ മകൻ അതിൽ ബാലതാരമായിട്ട് അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ അത്രയും ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധം. അത് ഞാനുമായിട്ടും സിന്ധുവായിട്ടും എൻ്റെ അമ്മയായിട്ടും അച്ചുമായിട്ടും നല്ല ബന്ധം. അതുപോലെ മീനാക്ഷിയുടെ ഭർത്താവുമായിട്ടും ഞാൻ നല്ല ബന്ധം. എൻ്റെ വലയത്തിൽ അഭിനയിക്കുന്ന അതേ സമയത്ത് തന്നെ ജ്വാല എന്ന് പറഞ്ഞു, ജ്വാലയായി അല്ല, ജ്വാല എന്ന് പറഞ്ഞൊരു സീരിയലിലും മീനാക്ഷി അഭിനയിക്കുന്നുണ്ട്. ഒരു ഷെഡ്യൂളിൽ എൻ്റെ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുന്നു, ചേട്ടാ ഇന്ന് എൻ്റെ കഴിയും ഇല്ലേ? ഞാൻ പറഞ്ഞതേ, ഞാൻ ഇന്ന് രാത്രി കോഴിക്കോട്ട് പോകും, നാളെ രാവിലെ കോഴിക്കോട്ട് ഇറങ്ങും, നാളെ വൈകുന്നേരം കോഴിക്കോട്ട് നിന്ന് തിരിച്ച് കയറണം. ഞാൻ എന്തേ, മറ്റന്നാൾ ജ്വാലയുണ്ട്. ഞാൻ കേട്ട് ഇന്ന് ഇവിടെ കഴിഞ്ഞിട്ട് നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. VS അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് താമസിച്ച വീട്ടിലാണ് എനിക്ക് താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അദ്ദേഹം വർഷങ്ങളോളം കിടന്നുറങ്ങിയ ബെഡ്റൂമായിരുന്നു എനിക്ക് അനുവദിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു, നീ ഒരു ആർട്ടിസ്റ്റാണ്, ഇന്ന് ഇവിടുന്ന് കയറി കോഴിക്കോട്ടിറങ്ങി, നാളെ വൈകുന്നേരം അവിടുന്ന് കയറി മറ്റേ കാലത്ത് ഇവിടെ വന്നിറങ്ങി, എന്തിനിങ്ങനെ ചെയ്യണേ? അത് കണ്ടിന്യൂറ്റി ഡ്രസ്സുകൾ കോഴിക്കോട്ടിരിക്കുകയാണ്, പ്രത്യേകിച്ചും ജാക്കറ്റ്, ബ്ലൗസ്. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ പോണ്ട, ഭർത്താവിനോട് പറ പോയി എടുത്തിട്ട് വരാൻ. ഇവരപ്പം നാളെ ഈ ജ്വാലയായിക്ക് താമസിക്കുന്നത് ആറ്റുകാലുള്ള ഒരു സീരിയലുകാരുടെ ഒരു ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ ഹോട്ടലിൽ പോയി ഒറ്റയ്ക്ക് നിൽക്കാക്കില്ല. ഞാൻ പറഞ്ഞു, നമ്മളെ ഗസ്റ്റ് ഹൗസിൽ കഴിയേ, എന്നിട്ട് മറ്റന്നാൾ പോയാൽ മതി, അയാൾ വന്നിട്ട്. അപ്പോൾ മീനാക്ഷി ഭർത്താവിനോട് പറഞ്ഞു. ഭർത്താവ് നേരെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഞാൻ അങ്ങനെ പോയിട്ട് വരട്ടെ ചേട്ടാ? ഞാൻ പറഞ്ഞു, പിന്നെ ഒരു ആർട്ടിസ്റ്റ് അല്ലേ എന്ന്, എന്നാൽ അവർക്ക് എന്തൊക്കെയോ അസുഖങ്ങളുള്ളതല്ലേ. നിങ്ങൾ ഇവിടെ നിന്ന് രാത്രി 9 മണിക്ക് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ബസ് പിടിച്ച് ആ ബസ്സിൽ കയറിയിരുന്ന് ഈ കണ്ടം കുതിര റോഡിലൂടെ കോഴിക്കോട് വരെ പോയിട്ട് നാളെ രാവിലെ അവിടെ എത്തി ഡ്രസ്സെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് നാളെ വൈകുന്നേരം ട്രെയിനിലോ ബസ്സിലോ ഇതുപോലെ കയറി മറ്റന്നാൾ രാവിലെ, അങ്ങനെ ടയേർഡ് ആകണ്ടെന്നേ, അവൾ ഇവിടെ നിൽക്കട്ടെ, എൻ്റെ കൂടെ നിൽക്കട്ടെ, നിങ്ങൾ വയ്ക്കും. അങ്ങനെ അദ്ദേഹം അന്ന് രാത്രി കോഴിക്കോട്ട് പോയി. പിറ്റേ ദിവസം ഉച്ച മുതലേ മീനാക്ഷിക്ക് വർക്കുള്ളൂ. ഉച്ചയ്ക്ക് ആ കുളത്ത് ഷൂട്ടിംഗ് നടക്കുന്ന വീട്ടിലേക്ക് മീനാക്ഷി വന്നിറങ്ങി. ഓടി എൻ്റെ അടുത്താണ് വന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ, എല്ലാവരും ചേട്ടാന്ന് വിളിക്കും. ഞാൻ പ്രൊഡക്ഷൻ മാനേജരായിട്ട് തുടക്കം കുറിച്ചു കൊടുത്ത ഒരു അലവലാതെ ചെറുക്കനെ കുറച്ച് പറഞ്ഞല്ലോ, അവനും വണ്ടി ഓടിക്കുന്ന ടാറ്റ സുമോയാണെന്ന് സീരിയൽ ഓടുന്നത്, ടാറ്റ സുമോ ഓടിക്കുന്ന ഒരു ഡ്രൈവറും കൂടി താമസിക്കുന്നിടത്തുനിന്ന് മീനാക്ഷിയെ കയറ്റി ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന വഴി എവിടെയോ നിർത്തി 3 പേരും ജ്യൂസൊക്കെ കുടിച്ചു. ജ്യൂസൊക്കെ കുടിച്ചിട്ട് യാത്ര വീണ്ടും തുടരുമ്പോൾ ഇവൻ ചോദിച്ചു, മീനാക്ഷി, നിൻ്റെ ഭർത്താവ് കോഴിക്കോട്ട് പോയല്ലേ?
ഇന്നലെ നീ ഒറ്റയ്ക്കായിരുന്നു. അതെ. ഇന്നോപ്പോൾ ഒറ്റയ്ക്ക്. നാളെ രാവിലെ അല്ലേ അയാൾ വരൂ. അതെ. നിനക്ക് അവിടെ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ? ഇല്ല. അല്ല, പേടിയുണ്ടെങ്കിൽ പറ, ഞാൻ നിൻ്റെ അടുത്തൊന്ന് കിടക്കാം. മീനാക്ഷി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്ന് എന്നോട് പറഞ്ഞ പരാതിയാണ്. ചേട്ടാ, ആ ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് കിടക്കാം. ഓക്കെ, നീ ഡ്രസ്സ് മാറി മേക്കപ്പ് ഇട്ട് വാ, പോട്ടെ. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. ഞാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിന് വരാൻ പറഞ്ഞു. ഇന്നിപ്പോൾ പ്രൊഡ്യൂസറൊക്കെ അനിൽ മേടയിലാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. അജി മേടയിൽ. അനിൽ മേടയിൽ സഹസംവിധായകനാണ്. അജി മേടയിലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അജി, ഞാൻ ഇന്ന് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് രാത്രി ഞാൻ ഗസ്റ്റ് ഹൗസിൽ വരുമ്പോൾ ആ കെട്ടിടത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് പോലും നിൻ്റെ മാനേജരായിട്ട് ഞാൻ വച്ചിരുന്നില്ല. അവൻ പാടില്ല. എന്ത് ചേട്ടാ? പാടില്ല, അത്ര തന്നെ, വയ്ക്കോ. ഞാൻ വീണ്ടും ഷൂട്ടിംഗ് തുടർന്നു. ഞാൻ രാത്രി വർക്ക് കഴിഞ്ഞ് താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുന്നിൽ വന്ന്, ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഇറങ്ങുമ്പോൾ ഇവ അവിടെ നിൽപ്പുണ്ട് തൊഴുകൈയോടെ. ഞാൻ കാണാത്ത പോലെ ഇറങ്ങിപ്പോയപ്പോൾ എന്നെ, ചേട്ടാ, എനിക്കൊരബദ്ധം പറ്റിയതാണ്. എന്നിട്ട് എന്തബദ്ധം? അല്ല, ഞാൻ പറയാൻ പാടില്ലാത്തായിരുന്നു. ഞാൻ എന്ത് പറയാൻ പാടില്ലാത്തേ? അല്ല, എന്നെ ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു? അത് അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിരിക്കാം, അത് അയാളുടെ ചോദിക്കുക, കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അല്ല, ചേട്ടൻ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ആ മീനാക്ഷി എന്ന് പറഞ്ഞ നടിയോട് അപമര്യാദയായി പെരുമാറിയതിൻ്റെ പേരിൽ നിൽക്കണ്ട എന്ന് ചേട്ടൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു? ആ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിൽക്കണ്ട കേട്ടോ. അല്ല, എനിക്ക് ഒരു മാപ്പ് തരണം. ഞാൻ പറഞ്ഞു, എടാ, നിനക്ക് അമ്മയുള്ളതല്ലേ, നിനക്ക് സഹോദരിമാരില്ല എന്ന് എനിക്കറിയാം. എന്നാലും നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെയൊക്കെ താഴെയുള്ള സഹോദരന്മാർക്കൊക്കെ സഹോദരിമാരുള്ളത്, ഇവരുടെയൊക്കെ നീ കിടക്കുമോ? മേലാൽ ഈ പടിക്കാരരുത്. അന്ന് കട്ട് ചെയ്ത് വിട്ടു ഞാൻ. പിന്നെ അവൻ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. മരിക്കുന്നവരെ എന്നെ കൃമിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അന്ന് കട്ട് ചെയ്ത് വിട്ടു. ഇതുപോലെ താന്തോന്നികളായ ഒരുപാട് പേർ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സിനിമകളിലും സീരിയലുകളിലും വർക്ക് ചെയ്യുന്നു എന്നുള്ള കഥകൾ ദിവസവും വരികയാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷം എല്ലാ സീരിയലിൻ്റെയും സിനിമയുടെയും സെറ്റിലൊക്കെ ഇൻറ്റേണൽ കമ്മിറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇൻറ്റേണൽ കമ്മിറ്റിയിലോ ഒരു തേങ്ങയില്ല. നമ്മളെ 1,80,00,000 രൂപ മുടക്കി ഒരു കമ്മിറ്റി വെച്ച് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് നടപ്പിലാക്കാതെ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ അവർ എഴുതി കൊടുത്തു എന്നുള്ളതല്ല, ഒരിടത്തും നടക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കത് കേൾക്കുമ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ തമിഴ്നാട് ബോർഡറിലുണ്ടല്ലോ നമ്മളെ കളിക്കുളയിൽ പാറശാലയിൽ വാറ്റുചാരായ കച്ചവടം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എക്സൈസ് പോകും പിടിക്കാൻ. വാറ്റുചാര പിടിക്കാനായിട്ട് എക്സൈസ് വരുമ്പോൾ എക്സൈസിൻ്റെ മുമ്പ് വെച്ച് തന്നെ അവൻ കേരള ബോർഡറിൽ നിന്ന് എടുത്ത് റോഡിൻ്റെ അപ്പുറത്ത് തമിഴ്നാട് ബോർഡറിൽ വയ്ക്കും. അപ്പോൾ അവനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന്, എക്സൈസിന്. തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ അവൻ അവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്ത് വയ്ക്കും. എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ മലയാള സീരിയൽ രംഗത്ത് സംഭവിക്കുന്നത്, ഫെഫ്കയുടെ ഒരു വലിയ സംഘടന വന്നല്ല, മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞ് ഞാൻ കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടന, അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സംഘടന ഗണേശൻ വിട്ടുപോയ ശേഷവും നന്നായിട്ട് പോകുമായിരുന്നു. പക്ഷെ അത് പോകെ അത് പ്രൊഡ്യൂസർമാരുടെ മാത്രം ഒരു സംഘടനയാവുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ എന്ത് തമ്മാടിത്തരം കാണിച്ചാലും അവരെ അനുകൂലിച്ചുകൊണ്ട് നിലപാടുകൾ എടുക്കുക, അങ്ങനെ അത് വഷളായി തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഞാൻ രാജിവെച്ചു പോയി. ആജീവനാന്ത മെമ്പർഷിപ്പ് ഉള്ള ആളാണ്, ഞാൻ രാജിവെച്ചു പോയി. പക്ഷേ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടിലും കാർഡ് എടുക്കില്ല. ഇപ്പോൾ ഫെഫ്കയുടെ ആൾക്കാർ ചെന്ന് ഒരു ലൊക്കേഷനിൽ ചെന്നിട്ട് ഫെഫ്കയുടെ കാർഡുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഫെഫ്കയുടെ കാർഡല്ല, ഞാൻ മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിയുടെ അംഗമാണ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ ഒക്കില്ല, ഇവരെങ്കിൽ പോരും. മലയാളം ടെലിവിഷൻ ഫ്രട്ടേണിറ്റിക്കാർ ചെല്ലുമ്പോൾ പറയും ഞാൻ ഫെഫ്കയിലെ കാർഡുള്ള ആളാണ്, രണ്ടിലും എടുക്കില്ല. ഞാൻ ഇന്നിവിടെ പറയുന്ന കഥയിലെ കഥാപാത്രം ഒരു 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 ലോക്കൽ റൗഡിയെ പോലെ നമ്മൾ കാണേണ്ട ഒരു ചെറുക്കൻ, ഇതുപോലെ കാർഡൊന്നും ഇല്ലാത്തൊരുത്തൻ. ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് ആദ്യം നിങ്ങളൊരു ഫോൺ സന്ദേശം കേൾക്കൂ. മുദ്ര മുതൽ ഒരുപാട് സിനിമകളിൽ ബാലതാരമായിട്ടും സ്വഭാവ നടനായിട്ടും ഒക്കെ അഭിനയിച്ച മഹേഷ് എന്ന് പറഞ്ഞൊരു നടനുണ്ട്. കലണ്ടർ പോലുള്ള സിനിമകൾ സംവിധാനം ചെയ്ത മഹേഷ് എനിക്ക് അയച്ച, അല്ലെങ്കിൽ എന്നെ വിളിച്ച് സംസാരിച്ച ഒരു വോയിസ് മെസ്സേജ് ആദ്യം കേൾക്കൂ. ഞാൻ മഹേഷാണ് നടൻ. ഞാൻ മധുര നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ കേരളത്തിലൊരു സീരിയലിൽ അഭിനയിക്കാനായിട്ട് ഇവിടെ മലയങ്കീഴ് നമ്മുടെ ശ്രീമൂഴ്സിൻ്റെ വീട്ടിലുണ്ട്. ഇവിടെ സീൻ വായിക്കാൻ തരാനായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറോട് പറഞ്ഞപ്പോൾ രാവിലോട്ട് പറയണം, അവൻ സീൻ തരുന്നില്ല. അവസാനം സീൻ എടുക്കുന്ന സമയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സീൻ വായിക്കാണ്ട് എനിക്ക് സീൻ അഭിനയിക്കാൻ ഒക്കില്ല, വായിച്ചേ പറ്റുന്നപ്പോൾ അവൻ അങ്ങോട്ട് പ്രകോപിച്ച്
ഒന്നും രണ്ടുമായിട്ട് അവൻ എന്നെ നെഞ്ചിൻ്റെ മേളിലായിട്ട് ഒറ്റയിടി ഇടിച്ചു എന്നെ. ഞാനൊന്നാമത് ഈ അറ്റാക്കെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് സർവൈവ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാവരും കണ്ടോണ്ടിരിക്കണം, എല്ലാവരും കണ്ടതാ. അപ്പം ഞാൻ വിളിച്ചു പറയും. അപ്പം ഞാൻ വയലാർ മാധവൻകുട്ടിച്ചേട്ടൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ദിനേശിനെ വിളിച്ചത്. ഫെഫ്കയുടെ ഈ ടെലിവിഷൻ വിങ് ഉണ്ടല്ലോ, അവരോടൊന്ന് പറയാനായിട്ട്. പിന്നെ എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കേട്ടല്ലോ, മഹേഷിനെ പോലെ ഒരു വലിയ നടനെ 40 വർഷമായി സിനിമാ ഫീൽഡിൽ വന്നിട്ട്. അയാൾ ആരുടെയൊക്കെ സിനിമകളിൽ അഭിനയിച്ചു എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മൃഗയ പോലുള്ള ഐ വി ശശിര സിനിമകളിൽ, വേമ്പനാട് എന്ന് പറഞ്ഞ എന്താ പറയുക, നല്ല സിനിമകൾ എടുക്കുന്ന ശിവപ്രസാദിൻ്റെ സിനിമയിൽ, അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് സിനിമയുണ്ട്. സിബി മലയിലിൻ്റെ മുദ്ര, ജഗദീഷ് ശിവകുമാർ സംവിധാനം ചെയ്ത കല്യാണ ഉണ്ണികളുടെ നായകന്മാരിൽ ഒരാളാണ്. അങ്ങനെ 100-ലധികം സിനിമ, 100-ഒന്നുമല്ല, അതിലധികം സിനിമകൾ അഭിനയിക്കുകയും കലണ്ടർ, പാറത്തൊന്നുമേ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ തമിഴ് സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ആളാണ്. അയാൾ 40 വർഷത്തിലധികമായി സിനിമയിൽ നിൽക്കുന്നു. അയാളെയാണ് ഇപ്പം നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുന്ന മധുരം നൊമ്പരക്കാറ്റ് എന്ന് പറഞ്ഞ CTVയിൽ പോകുന്ന ഒരു സീരിയലിൻ്റെ സംവിധാന സഹായി, അസോസിയേറ്റ് ഡയറക്ടർ അല്ല, സംവിധാന സഹായി സ്ക്രിപ്റ്റ് വായിക്കാൻ ചോദിച്ചു. അതായത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് എനിക്ക് എടുക്കാൻ പോകുന്ന സീൻ എന്തെന്ന് അറിയണമല്ലോ. വായിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. എൻ്റെ കാലത്തൊക്കെ വായിച്ചു കൊടുക്കുമായിരുന്നു. വലയത്തിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോയി വായിച്ചു കൊടുക്കുമായിരുന്നു. ഇപ്പോൾ വായിച്ചൊന്നും കൊടുക്കണ്ട, കൈ കൊടുത്താൽ മതി. കാരണം മിക്കവാറും ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാത്തവന്മാരായിരിക്കും, വായിക്കാനെന്ന് പറഞ്ഞിട്ടായിരിക്കും. താടിയും മുടിയും കഞ്ചാവും മാത്രമേ കാണുള്ളൂ കയ്യിൽ. അപ്പോൾ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുത്തില്ല. അപ്പോൾ അയാളെ ടേക്ക് ഷോർട്ട് റെഡി വരൂ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞില്ല, ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാതെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ മേജർ 3 ബ്ലോക്ക് ഹാർട്ടിലുണ്ടാവുകയും അതിൽ 2 ആൻജിയോഗ്രാം നടത്തിയ ശേഷം 2 സ്റ്റഡ് ഇട്ടിരിക്കുന്ന ആളാണ് മഹേഷ്. ഇടയ്ക്ക് വേറെ എന്തോ ഒരു ഗുരുതരമായ അസുഖമൊക്കെ വന്ന് അതിൽ നിന്നെല്ലാം മിറാക്കിൾ പോലെ രക്ഷപ്പെട്ട ഒരു നടനാണ്. ഒരു ബോറനല്ല അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ഒരു പീറ ചെറുക്കൻ അവൻ്റെ നെഞ്ചിൽ ഒരൊറ്റ ഇടി ഇടിച്ചു കൊടുത്തു. മഹേഷിന് പകരം മഹേഷിൻ്റെ കൂടെ ഒരുപാട് സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ച ബൈജു, നമ്മളെ തിരുവനന്തപുരത്തുള്ള ബൈജു സന്തോഷ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് അവൻ്റെ 16 അടിയന്തരമായിരുന്നു തന്നെ. ബൈജു 2 വലിച്ചു കീറി തന്നെ. മഹേഷ് ഒരു പാവമായതുകൊണ്ട് മലയാളത്തിൽ മമ്മൂട്ടി അടക്കമുള്ള വലിയ താരങ്ങളോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരു നടൻ ഒരു സീരിയൽ ലൊക്കേഷനിൽ, പ്രധാന വേഷം ചെയ്യുന്ന ലൊക്കേഷനിൽ നെഞ്ചാമുടി അടക്കം ഇടിച്ചു കൊടുത്തു മറ്റവൻ. എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കൂ. ഞാൻ ഈ വിവരം മഹേഷ് എന്നെ വിളിച്ച് അറിയിച്ചപ്പോൾ എനിക്ക് അയാൾ കരയുന്ന ഒരു വക്കിൽ നിൽക്കുന്നു. ദിനേശ്, ഞാൻ ഞെട്ടിപ്പോയി ദിനേശേ, ഇത്ര സീനിയറായ എന്നെ ഇങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പറഞ്ഞിട്ടോ എനിക്ക് കഷ്ടം തോന്നി. അപ്പോൾ അതിൻ്റെ തിരക്കഥ എഴുതുന്നത് ദിനേശ് പള്ളത്താണ്. ഞാൻ ദിനേശ് പള്ളത്തിനെ വിളിച്ചു. അപ്പോൾ ദിനേശ് പള്ളത്തും ഒരു ഇൻഡിഫറൻ്റായിട്ട് പെരുമാറി. അത് ഇങ്ങനെ എന്തൊക്കെ പറയുന്നത് കേട്ടു എന്നല്ലാതെ പുള്ളിക്കും അതിൽ ഇടപെടാനൊന്നും ഒരു താല്പര്യമില്ല. ഇതൊക്കെ ദിനേശ് പള്ളത്തുമാർക്കൊക്കെ അങ്ങോട്ട് ഇടി കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. നാളെ സ്ക്രിപ്റ്റ് സമയത്തിന് കൊടുക്കാതിരിക്കുകയോ, സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്തതിൽ എന്തെങ്കിലും പാകപ്പിഴ വന്നപ്പോൾ അത് ഈ അസിസ്റ്റന്റ് ഡയറക്ടറോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ നിൻ്റെ തന്തയ്ക്കും പറഞ്ഞിട്ട് ഇടിക്കും. അപ്പോൾ അങ്ങനെ ഇടി കിട്ടിയാലേ ദിനേശ് പള്ളത്തൊക്കെ പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ശ്രീജിത്ത് പലേരി എന്നെ വിളിച്ചു, ദിനേശ് പണിക്കരെ ഞാൻ വിളിച്ചു. നടീനടന്മാരുടെ സംഘടനയാണല്ലോ. ടെലിവിഷൻ ഫെറ്റേണിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ TS അജിയെ ഞാൻ വിളിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ ഇവരെയൊക്കെ വിളിച്ച് ഞാൻ ഈ വിഷയം സംസാരിച്ചു. അടിയന്തരമായി ഇതിൽ ഇടപെടണം, ഇങ്ങനെ മഹേഷിനെ ഒരു അലവലാതി ചെറുക്കൻ നെഞ്ചിലിടിച്ചു, ഇടപെടണം എന്ന് പറഞ്ഞു. വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സജി വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. സജിയൊന്നും വിളിച്ചില്ല എന്ന്. കാരണം പലേരി എന്തായാലും വിളിച്ചിരിക്കാം, വിളിക്കലല്ലോ. ഇപ്പോൾ ദിനേശ് പണിക്കർ എന്നോട് പറഞ്ഞത് ഫെഫ്കയിൽ ഒരു കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു അതോടെ ജോലി തീർന്നു. പക്ഷേ പണിക്കർ പറയുന്നു ഞങ്ങൾ ഫെഫ്കയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ഒരു അടിയന്തരമായി ലൊക്കേഷനിൽ എത്തണ്ടേ. എത്തിയിട്ട് എന്താ പറയുക, തൊട്ടടുത്താണ് മലയൻകീഴ് പോലീസ് സ്റ്റേഷൻ. അവിടെ കൊണ്ടുവന്നൊരു കേസ് ഫയൽ ചെയ്യണ്ടേ, ഈ ചെറുക്കനെ പിടിച്ചകത്താക്കണ്ടേ. ഇവനെ കണ്ടാൽ പോലീസുകാർ ഇടി കൊടുക്കും എന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം കണ്ടാൽ തന്നെ ഒരു ലുക്ക് മറ്റേ പോഞ്ചാനൊക്കെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഞാൻ രണ്ടാമത് മഹേഷിനെ വിളിക്കുമ്പോൾ മഹേഷ് SK ഹോസ്പിറ്റലിലാണ്, വേരിയേഷൻ ഉണ്ട്. എനിക്കൊന്ന് വരണ്ട് പോയി കാണും ഇടി കിട്ടിയപ്പോഴേ. സ്റ്റഡൊക്കെ ഇട്ടിരിക്കുന്ന ഒരാളെന്ന് പറയുമ്പോഴേ 3 മേജർ ബ്ലോക്കുള്ള ആളാണ് അയാളും ഭാര്യയും 2 പെൺമക്കളും സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബനാഥനാണ് അയാളെയാണ് ഇടിച്ചത്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയത് ഈ വിനായകന്മാരിൽ ചില ലൊക്കേഷനിലെങ്കിലും വേണം, ഒരു വിനായകനെങ്കിലും എല്ലാ ലൊക്കേഷനിലും വേണമെന്ന് തോന്നിയത് അപ്പോഴാണ്. അവിടെ കൂടെ അഭിനയിക്കുന്ന ഒരെണ്ണം ഇതിനെതിരെ പ്രതിഷേധിച്ചില്ല എന്നുള്ളതാണ് ലൊക്കേഷനിൽ.
കഷ്ടമായി പോയി എന്നാണ് എനിക്ക് പറയാൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഈ സഹോദരനെ വിളിച്ചു, ഈ അലവലാതെ ചെറുക്കനെ, അത് കേട്ടു നോക്കൂ. അപ്പോ സാധാരണ പുള്ളി 8:30 മണിക്കാണ് വരാറ്. 8:30 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് പുള്ളിക്ക് ഇന്നത്തെ മുഴുവൻ സീൻസും വായിക്കാൻ കൊടുക്കണം. അപ്പോ ഒന്നും ഞാൻ വായിക്കാൻ കൊടുത്തില്ല. ചില സന്ദർഭങ്ങളിൽ എനിക്ക് പറ്റിയിട്ടില്ല. മിസ്റ്റേക്ക് ചില ദിവസങ്ങളിൽ പറ്റും, വായിക്കാൻ കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് പറ്റിയില്ല. അപ്പൊ നമ്മൾ ആദ്യം പുള്ളിയുടെ ഷോട്ട് എടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിലൊരു സീനായിരുന്നു. അടുക്കളയില് മിനിഞ്ഞാന്ന് എടുത്തൊരു സീനിന്റെ ബാക്കിയായിരുന്നു. അത് മിനിഞ്ഞാന്ന് എടുത്തുകൊണ്ട് 1-2 ഡയലോഗ് ഉണ്ടായിരുന്നു. അത് നമ്മൾ താഴെ വന്ന് പറഞ്ഞിട്ട് പുള്ളി ഷോട്ട് എടുത്തു. അതിനുശേഷം സാർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോ. അപ്പൊ സാർ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പുള്ളിയുടെ ഒരു വീണ്ടും ഇന്നലെ എടുത്തൊരു സീനുണ്ട്, അതുപോലെ ബാലൻസ് സീനെ നമ്മൾ ചീറ്റ് ചെയ്തിട്ടൊരു സംഭവം എടുത്തു. നമ്മൾ ഇന്നലെ വായിച്ചതാണ്, പോട്ടെ വായിച്ചില്ലെന്ന് കയറി. അപ്പൊ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി താഴെ നിന്നിട്ട് ഷോട്ടിനെ വിളിച്ച് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് പുള്ളി മുടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഷോട്ടിനെ വിളിച്ചിട്ട് എനിക്ക് സീൻ വായിക്കാതെ ഇനി ഞാൻ അഭിനയിക്കില്ല, എന്റെ പേര് ജിജോ എന്നാണ്. ജിജോ ഇത് പല പ്രാവശ്യം ചെയ്യുന്നു, ഇനി ഞാൻ ചെയ്യില്ല, നീ ഇതാണ് പണിയെടുക്കാൻ അറിയില്ല, ഇതാണ് കുറെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സാർ. ഞാൻ ഇതിന്റെ തന്നെ ഈ ഹാളിന്റെ തന്നെ മേലയിലെ ബാൽക്കണിയിലാണ് ഞാൻ നിന്നത് കേൾക്കുന്നത്. അപ്പൊ ഞാൻ അസോസിയേറ്റ് പറഞ്ഞു, ചേട്ടാ വിമലനാണ് കാര്യം, വിമലേട്ടാ പുള്ളി വായിച്ചിട്ടില്ല, ചേട്ടാ ഒന്ന് വായിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വിമലനോട് പറഞ്ഞു. അപ്പൊ പുള്ളി അത് വായിക്കാനായിട്ട് പോകും തോറും പുള്ളി ഇങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒരു പരിധി വിട്ടപ്പോ എനിക്കും പുള്ളിയോട് തിരിച്ച് ദേഷ്യപ്പെടേണ്ടി വന്നു. സംസാരിച്ചു തുടങ്ങി, ഭയങ്കര ബഹളമായി തുടങ്ങി. അപ്പൊ പുള്ളിയുടെ കയ്യിൽ ഈ ചീർപ്പും കൊണ്ട് പുള്ളി സ്റ്റെയർ കയറാനായിട്ട് മുകളിലേക്ക് ഓടുന്നതും ഞാനും ഈ ദേഷ്യം എനിക്കുള്ള ദേഷ്യം പോലും ഞാനും താഴേക്ക് ഓടി വന്നു. കേൾക്കുന്നുണ്ട് സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. അപ്പൊ താഴേക്ക് ഓടി വന്നു. അപ്പൊ പുള്ളി ഈ കയ്യിലിരിക്കുന്ന കോമ്പ്, ഈ റോളർ കോമ്പില് അത് വെച്ച് എന്റെ കഴുത്തിലേക്ക് എന്ന രീതി വേണം പുള്ളി ആഞ്ഞു കുത്തി. ബ്ലഡ് ഒന്നും വന്നില്ല, എനിക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. കണ്ടാരെങ്കിലും എന്താ സാർ? ഉണ്ട്, അവിടെ കണ്ട എല്ലാവരും ടെക്നീഷ്യന്മാരുണ്ട്. അപ്പൊ അത് ആഞ്ഞു കുത്തിയപ്പോ കഴുത്തിലൊന്നല്ല കൊണ്ടത്, ഈ കഴുത്തിന്റെ തോളിന്റെയും മധ്യഭാഗത്ത് വരുന്ന കുഴിയില്ല, ആ കുഴിയിട്ട് അവിടെ കുറച്ച് മാറി പുറം ഭാഗത്തോട് കൂടിയിട്ടാണ് ഒരു കോമ്പ് കോറിപ്പോയി, നല്ല രീതിയിൽ കോറിപ്പോയി. ഉണ്ട്. അപ്പൊ അത് കോറിപ്പോയി, ബ്ലഡ് ഒന്നും വന്നില്ല, ഇപ്പൊ വിങ്ങിയ പോലെ ഇരിക്കുന്നു. അപ്പൊ അതിനുശേഷം അതിന്റെ ആക്ഷന് വിപരീതമായി എനിക്ക് ഞാൻ ആ സമയത്തേക്ക് എനിക്ക് ബോധം എന്താണെന്ന് അറിയില്ല, അതിന്റെ കൈ മുഷ്ടി ചുരുട്ടി ഇടിരൂപേണ പിടിച്ചു എന്നാണ് പറയാം. അത് നെഞ്ചത്താണ് പുള്ളിയുടെ കൊണ്ടത്. വേണമെന്ന് വെച്ചാൽ അത് വേണമെന്ന് ചെയ്തതല്ല, പക്ഷെ പുള്ളി എന്നൊക്കെ ചെയ്തത് വേണമെന്ന് വെച്ചായിരുന്നു. അതിനുശേഷം 2 സ്റ്റെഡ് അയാളെ നെഞ്ചിലിട്ടിട്ടുണ്ടോന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാം സാർ, എനിക്ക് പുള്ളിയുടെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നും, പക്ഷെ ആ സമയത്ത് എനിക്ക് അത് ബോധം ഉണ്ടായില്ല. ആള് 2 സ്റ്റെഡ് ഇട്ടിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇടിച്ചത്? മീൻസ് അറിഞ്ഞുകൊണ്ട് ആ സമയത്ത് എനിക്ക് അത് അറിവുണ്ടായത്, മീൻസ് അത് ആലോചിച്ചില്ല ഞാൻ സാർ. നല്ല ലഹരി വല്ല ഉപയോഗിക്കും താങ്കൾ അറിയാതിരിക്കാൻ? ഇല്ല സാർ, പുള്ളി അങ്ങനെ സാർ, അതുകൊണ്ടാണ്. ജിജോയ്ക്ക് എത്ര വയസ്സായി? എനിക്ക് 27. അയാളെ മുദ്ര എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിരുന്നത്, അല്ലെങ്കിൽ വേണ്ട മുദ്ര തന്നെ വയ്ക്കാം, മുദ്രയിൽ അഭിനയിച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? അത് വർഷത്തിനല്ല, പക്ഷെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക്. മുദ്ര എന്ന് പറഞ്ഞ പടം ചെയ്തിട്ട് ഏതാണ്ട് 28 വർഷം എന്തോ ആയി. അപ്പൊ അങ്ങനെയുള്ള ഒരു സീനിയറായ നടനെ നിങ്ങൾ നെഞ്ചിലിടിച്ചു. നിങ്ങൾക്ക് ഫെഫ്കയിൽ കാർഡുണ്ടോ? ഇല്ല സാർ. ഇല്ല. ടെലിവിഷൻ വെറ്ററൻറ്റിൽ കാർഡുണ്ടോ? ഇല്ല. നിങ്ങളുടെ ചീഫിന് കാർഡുണ്ടോ? ഉണ്ട്. ഏതിലാ ഉള്ളേ? ഫെഫ്കയിലുണ്ടോ? ഞാൻ അത് ഉണ്ണികൃഷ്ണനെ വിളിച്ച് ക്ലിയർ ചെയ്യാം. അപ്പൊ കാർഡില്ലാത്ത നിങ്ങളെ വെച്ച് ചെയ്തത് അയാളുടെ തെറ്റ്, നിങ്ങളുടെ അല്ല, അയാളുടെ തെറ്റാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഇടിക്കാനായി ഞാനായിട്ടായിരുന്നെങ്കിൽ അപ്പം മലയങ്കീഴ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുത്തിട്ട് തന്നെ ഞാൻ അവിടെ ചവിട്ടി കൂട്ടിയെന്നെ. പക്ഷെ ഇവ ഒരു മണ്ടനായതുകൊണ്ട്, ഈ വലിയ തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി ഇല്ലാത്തവനും ആയതുകൊണ്ട് അവൻ നെഞ്ചിൽ ഇടിയും കൊണ്ടുകൊണ്ടാണ് SK ആശുപത്രി പോയി. നിങ്ങൾ പിന്നെ SKയിൽ പോയി അന്വേഷിച്ചോ അവൻ എന്തായിരുന്നു? ഇല്ല, ഞാൻ അന്വേഷിച്ചു. ഞാൻ സെറ്റിൽ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു എന്താണ് പുള്ളിക്ക് പറ്റിയത്, എന്തെങ്കിലും സംഭവിച്ചെന്നറിയിക്കുന്നത്. സാർ ഞാൻ വേറെ വീരവാദത്തിന് ഭീഷണിക്ക് വേണ്ടി പറയുന്നത്, എന്റെ സൗണ്ട് പോയോണ്ടാണ് ഇത്ര കാലം. ഞാൻ ചോദിക്കുന്നത്, അയാൾക്ക് വേരിയേഷൻ ഉണ്ടെന്ന് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നത് നിങ്ങളുടെ സെറ്റിൽ അറിഞ്ഞിട്ടുണ്ടോ? അതെനിക്ക് അറിയില്ല, ഞാൻ ഇപ്പൊ ഈ അടുത്ത് വിളിച്ചിട്ടില്ല. ഞാൻ കുറച്ച് മുന്നേ വിളിച്ചപ്പോ പുള്ളിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, അയാൾക്ക് വേരിയേഷൻ ഉണ്ട്. അയാളെ 2 ദിവസത്തേക്ക് ആശുപത്രിയിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടും പുതിയ മരുന്ന് എഴുതി. എന്നിട്ട് ഞാൻ ദിനേശ് പള്ളത്തിനെ വിളിച്ചു. ദിനേശിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെന്നുള്ളതിലേക്ക് ദിനേശ് ഇത് കാർഡില്ലാത്തവന്മാരെയൊക്കെ വെച്ച് വർക്ക് ചെയ്തതിന് നിങ്ങൾ എന്താ സമ്മതിച്ചു കൊടുക്കുന്നത്? അനിയനിപ്പോ എവിടെ ഉള്ളേ? ഞാൻ ട്രിവാൻഡ്രത്ത്. ഓക്കെ, നീ ഇതില് ശരിക്കും പറഞ്ഞാൽ നീ വെട്ടിലാവും കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ സീരിയലിന്റെ ജാതകം നീ നിമിത്തം കുളമാവും കേട്ടോ.
അത് അതിലേക്ക് ഞാൻ പറഞ്ഞോട്ടെ ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരെ ഞാൻ വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഞാനൊരു എപ്പിസോഡ് നിന്നെ പറ്റി, അടുത്ത എപ്പിസോഡ് നിന്നെ പറ്റി ചെയ്യാം. ഇങ്ങനെ ഒരു ഗുണ്ട എന്ന് പറഞ്ഞൊരു ചെറുക്കൻ ഇവിടെ കിടന്ന് ഇങ്ങനെ തിരുവനന്തപുരത്ത് തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് ഇവിടെ കാണിക്കുന്ന അട്ടഹാസത്തെ കുറിച്ച് ഞാൻ ചെയ്യാം. നീ അപ്പൊ മമ്മൂട്ടിയാണെങ്കിൽ നീ ഇടിക്കൂ? സാറിനെ അടിച്ച സാറ് തിരിച്ചടിക്കോ? അല്ല, ഞാൻ ചോദിക്കുന്നത് സാറിനെ അടിച്ച സാറ് തിരിച്ചടിക്കോ? സാറിനെ അടിച്ച സാറ് തിരിച്ചടിക്കോ എന്നാണ് ഞാൻ ചോദിച്ചത്. എടാ, നിന്റെ വിവരം നാളെ രാവിലെ നീ അറിയും കേട്ടോ. കേട്ടല്ലോ, ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നീ മമ്മൂട്ടിയാണ് ഇങ്ങനെ സ്ക്രിപ്റ്റ് തന്നാലേ വായിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നീ ഇടിക്കുമോ എന്നിട്ട് അവൻ എന്തോ വലിക്കുന്നവനാണെന്നാണ് എനിക്ക് സംശയം. കാരണം അവൻ റൈസ് ആവുന്നുണ്ടല്ലേ എന്നോട്. സാറിനെയാണ് അടിച്ചതെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു? അല്ല, നീ മമ്മൂട്ടിയാണെങ്കിൽ അടിക്കോ? സാറിനെയാണ് അടിച്ചെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവസാനം ഞാനൊരു തെറിവാക്ക് പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്തത്. നിന്നെ 24 മണി നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് കാണിച്ചിടാന്ന് ഞാനൊരു തെറിവാക്ക് വിളിച്ചു. എൻ്റെ സംസ്കാരം കൊണ്ട് ആ തെറി ഞാൻ അവിടെ ബീപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇവനെന്താ ചെയ്യണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു ഷിജിത്ത് പലേരിയൊക്കെ വിളിച്ച് സംസാരിച്ചതുകൊണ്ടായിരിക്കണം അപ്പം തന്നെ ഫെഫ്കയുടെ TV രംഗത്തുള്ള സംഘടന MTV ഒരു പ്രസ്താവന ഇറക്കി വയലാർ മാധവൻകുട്ടിയുടെ. വലിയ ഒരു തൊഴിൽ മേഖലയായ സീരിയൽ രംഗത്ത് ആശ്വാസ്യമല്ലാത്ത പ്രവണതകളും അക്രമവാസനകളും സമീപകാലത്തായി കണ്ടുവരുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല. നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയും കൈവശം വയ്ക്കുന്നതിന് എതിരെയും ഒരു വലിയ ക്യാമ്പയിൻ ഫെഫ്ക MDTV കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തി വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാമ്പയിൻ നടത്തിയ ഇപ്പം തന്നെ യവനൊക്കെ രാത്രിയായാൽ ഒരു രസം കേട്ടോളൂ. ഞാനിപ്പോൾ പുതുതായിട്ട് താമസിക്കാൻ പോയ വീട്ടിൽ ചെല്ലുമ്പോൾ അകത്തൊക്കെ കാക്രൂക്കറന്നൊക്കെ വരച്ചൊക്കെ വെച്ചിരിക്കുന്നു. പെയിൻ്റൊക്കെ ഇളവി മൊത്തം വൃത്തികേടാ. അപ്പം ഞാൻ കാര്യം ചോദിച്ചപ്പോൾ അവരെന്നോട് വളരെ വിഷമത്തോടെ പറയുക, ദിനേശ് ചേട്ടാ, ഈ വീട് ഒരു സീരിയലുകാർക്ക് താമസിക്കാൻ കൊടുത്തതാണ്. എൻ്റെ തൊലി പൊള്ളിപ്പോയി സത്യം പറഞ്ഞു. അവരെന്നെ നശിപ്പിച്ച് കേട്ടാ. രാവിലെ 5-6 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കുളിച്ചെടുത്ത് എല്ലാം ബഹളത്തോടെ പോകും. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ പോളിത്തീൻ പേപ്പറൊന്നും അടുത്ത വിളക്കാരൻ്റെ വിളയിൽ ഇടരുത്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധത്തിൽ ജീവിക്കുന്നവരാണ്, അവിടെ ഇടരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എറിയും. അങ്ങനെ ആ വീട്ടുകാരൊന്ന് ബഹളം ഉണ്ടാക്കും. യൂണിറ്റ് വണ്ടി കയറ്റി വീടിന് മുന്നിലിരിക്കുന്ന ഷെഡിനെ ഇടിച്ചു പൊളിച്ചു, മതിലിനെയും ഇടിച്ചു മറിച്ചു. മതിൽ അവർ കെട്ടിച്ചു, അവരെ കൊണ്ട് തന്നെ മതിൽ കെട്ടിക്കൊടുത്തു. എന്ത് ചെയ്യാൻ ചേട്ടാ? അപ്പോൾ ഇതിനകത്ത് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. നോക്കുമ്പോൾ ചെവരിലൊക്കെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? ഉണ്ട് ചേട്ടാ, ഷൂട്ടിങ്ങും താമസവും എല്ലാം. ഞാൻ അതിൻ്റെ മച്ചിൽ കയറി നോക്കിയപ്പോഴേ എനിക്ക് 1 മാസം വാടകയുടെ കാശടയ്ക്കാൻ പറ്റുന്ന അത്രയും കുപ്പി കിടക്കുന്നു. പിന്നെ എനിക്ക് പറയാൻ വിഷമം തോന്നുന്ന പലതും സൺസൈഡിലൊക്കെ കണ്ട കാഴ്ചകൾ ഞാൻ അവരെ വീട്ടുടമസ്ഥരെ വിളിച്ച് കാണിച്ചു. അങ്ങനെ മാറി ഞാൻ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് തരണം. അവർ പെയിൻ്റൊക്കെ ചെയ്തു തന്നു. എല്ലാം നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്തു തന്നു. ഞാൻ പറഞ്ഞ വയറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ടോയ്ലറ്റിൽ കയറുമ്പോൾ വാഷ് ബേസിൻ ഇല്ല. ഞാൻ ചോദിച്ചു, ഇവിടെ വാഷ് ബേസിൻ ഇല്ലെന്ന് ചോദിച്ചപ്പോൾ അവർ അറിയുന്നത് അവിടെ വാഷ് ബേസിൻ ഇല്ല. ഈ താമസിച്ചിരുന്നവന്മാരിൽ ഏവനോ വെള്ളം അടിച്ചുകൊണ്ട് വാഷ് ബേസിനെ എടുത്ത് തറയിടുകയോ എന്തൊരു ചെയ്ത് അതിനെ പൊട്ടിച്ചു, അല്ലെങ്കിൽ എടുത്തോണ്ട് പോയി. വാഷ് ബേസിൻ ഇല്ലാതെ നിൽക്കുന്നു ബാക്കിയെല്ലാം കൂടെ, പൈപ്പിൻ്റെ സാധനങ്ങളൊക്കെ. വാഷ് ബേസിൻ പോലും ഇല്ല, പൊട്ടിച്ചതാണോ എടുത്തോണ്ട് പോയി ഊരിക്കൊണ്ട് പോയാണെന്നറിയില്ല. ഒരു വീട് കൊടുത്താൽ എങ്ങനെ വിശ്വസിച്ച് ഈ സീരിയലുകാരന്മാർക്ക് ഒരു 5-6 മാസം ഞാൻ സീരിയൽ ചെയ്ത ആളാണല്ലോ, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഞാൻ എൻ്റെ ഷൂട്ടിംഗ് പാർട്ടികൾ താമസിച്ചിരുന്ന എവിടെയെങ്കിലും ഇതുപോലുള്ള അനാശാസ്യമായ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അപ്പോൾ ഫെഫ്ക ഇറക്കിയിരിക്കുന്ന കത്തിലെഴുതിയിരിക്കുന്നത്, നിരോധിത ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരെയും കൈവശം വയ്ക്കുന്നതിനെതിരെയും ഒരു വലിയ ക്യാമ്പയിൻ ഫെഫ്ക MDTV കഴിഞ്ഞ കുറച്ച് നാളുകളായി നടത്തി വരുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനുകളിൽ ഒരിക്കലും ഇത് അനുവദിക്കരുത്. അത് അനുവദിക്കാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ മഹേഷിന് ഇടി കിട്ടില്ലായിരുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അത്തരക്കാർ ആരായാലും മുഖം നോക്കാതെ നിയമത്തിന് മുന്നിൽ ഏൽപ്പിക്കാൻ ഓരോ അംഗത്തിനും ബാധ്യതയുണ്ട്. അത് ചെയ്യുകയും വേണം എന്നാണ് പറഞ്ഞത്. അതിന് കാർഡ് വേണ്ടേ? നിങ്ങളുടെ ഫെഫ്കയുടെ MDTVയുടെ കാർഡ് വേണ്ടേ? കാർഡില്ലാത്തവന്മാരുടെ പേരിൽ നിങ്ങൾ എന്ത് നടപടി എടുക്കും? ഇവനില്ലല്ലോ ഒന്നും. അതോടൊപ്പം മധുര നൊമ്പരക്കാറ്റ് എന്ന പരമ്പരയുടെ ലൊക്കേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ജിജോ ജോൺസൺ എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഫെഫ്ക MDTV യൂണിയൻ അംഗമല്ലാത്തവന് എന്ത് പോക്കരുത്തിനും തുമ്മാടത്തിനും കാണിക്കാമോ? ഇവൻ എന്താ ലോക്കൽ റൗഡിയോ? പ്രശസ്ത നടൻ മഹേഷിനെ ആക്രമിച്ചു എന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. ആ പ്രശ്നമുണ്ടായ ഉടനെ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ ഒഴിവാക്കിയ സംവിധായകൻ ശരത് സത്യയ്ക്കും പ്രൊഡക്ഷൻ കൺട്രോളർ റമീസിനും MDTVയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്ത് അഭിനന്ദനം?
എടാ ഇവൻ നല്ല ബോൾഡായ ഒരു സംവിധായകനാണെങ്കിൽ അവിടെ ഇട്ട് അവനെ ചവിട്ടി കൂട്ടണ്ടേ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ. നീ ആരടാ എൻ്റെ സീരിയലിലെ നായകനായിട്ട് അഭിനയിക്കുന്ന ആളിൻ്റെ നെഞ്ചിലിടിക്കാൻ നീ ആരെന്ന് ചോദിക്കണ്ട. അയാൾക്ക് രോഗമുള്ളത് വിടാം, സ്റ്റഡ് ഇട്ടിരുന്നതും എല്ലാം വിടാം. പ്രധാന വേഷം ചെയ്യുന്ന ഒരാൾ സ്ക്രിപ്റ്റ് വേറെ ഒന്നുമല്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ ചോദിച്ചതിനാണ്. അടിച്ചിട്ട് ഈ സംവിധായകനോ ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ ഒന്നും ചോദിച്ചിട്ടില്ല എങ്കിലും ഫെഫ്ക അവർക്ക് അഭിനന്ദനം നൽകുകയാണ്. ഇത്തരം അക്രമവാസന ഉള്ളവർക്ക് യൂണിയൻ അംഗത്വം നൽകില്ല എന്നും അറിയിക്കുന്നു. യൂണിയൻ അംഗത്വം നൽകില്ല എന്നല്ലോ അറിയിക്കുള്ളൂ. ഇവനെ ഒന്നും സെറ്റിൽ വയ്ക്കരുതെന്നല്ലേ പറയാനുള്ളത്. ഇതുപോലുള്ള തെമ്മാടികളെയും ക്രിമിനലുകളെയും സെറ്റുകളിൽ കൂടെ വർക്ക് ചെയ്യാൻ വയ്ക്കരുത് എന്നല്ലേ ഒരു ഇൻഡാസ് ഇറക്കേണ്ടിയിരുന്നത്. ടെക്നീഷ്യന്മാരും നടീനടന്മാരും തമ്മിൽ പരസ്പര ബഹുമാനവും സൗഹാർദ്ദവും പൊരുത്തവും നിലനിർത്തേണ്ടതുണ്ട്. ടെക്നീഷ്യന്മാരായാലും നടീനടന്മാരായാലും അച്ചടക്കമില്ലായ്മയും ക്രിമിനൽ സ്വഭാവവും അക്രമവാസനയും കൊണ്ട് സീരിയൽ രംഗത്തിന്റെ കെട്ടുറപ്പ് തകർക്കാൻ ശ്രമിച്ചാൽ അവരെ തിരിച്ചറിഞ്ഞ് ഈ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും തക്കതായ ശിക്ഷ ലഭിക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും ഫെഫ്ക MDTV ആവശ്യപ്പെടുന്നു എന്നാണ് വയലാർ മാധവൻകുട്ടി MDTVയുടെ ജനറൽ സെക്രട്ടറി ഇറക്കിയിരിക്കുന്ന ഇൻഡാസ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുക മാത്രമല്ല അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കാൻ വേണ്ടി നിങ്ങളുടെ ഈ സംവിധായകനോ ഈ എക്സിക്യൂട്ടീവോ മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തോ? ഞങ്ങളുടെ സീരിയലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു തെമ്മാടി ഞങ്ങളുടെ സീരിയലിലെ നായകനായ മഹേഷിനെ തല്ലി. അവൻ ആ ഫോൺ കോളിൽ നിങ്ങൾ കേട്ടില്ല, എന്നോട് പറഞ്ഞു ഞാൻ ഇടിച്ചു, എനിക്കപ്പോൾ ബോധമില്ലായിരുന്നു, അപ്പോൾ ഇടിച്ചു പറഞ്ഞു. അപ്പോൾ ഇവൻ വലിയ കുടിയൊക്കെ കാണും, അവന് ബോധമില്ലായിരുന്നു. എടാ ബോധമില്ലാത്തതിനൊക്കെ ഊളംപാറ കൊണ്ടിടണം, അല്ലെങ്കിൽ കുതിരവട്ടത്ത് കൊണ്ടിടണം. തൃശ്ശൂർ വിയ്യൂർ, ഇവൻ തൃശ്ശൂരുകാരനാണ്. വിയ്യൂരിലുണ്ടോയെന്ന് എനിക്കറിയാം. ഇനി തൃശ്ശൂർ അന്വേഷിച്ചറിയാം അവൻ തൃശ്ശൂരിൽ നാട്ടിൽ നിന്ന് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് എത്തിയെന്ന്. അവിടെ തെമ്മാടിയായിരിക്കും ചിലപ്പോൾ, കഞ്ചാവ് വെച്ചോടോ മറ്റേ MDMA കച്ചവടം ഒക്കെ ആയിരിക്കും ഇരിക്കുക അവന്. എന്നിട്ടായിരിക്കും അവൻ സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടറാവാൻ വന്നത്. എന്തായാലും ക്യാമ്പയിൻ നടത്തി എന്നാണ് സമാധാനിക്കുന്നത് MDTV. അംഗത്വം ഇല്ലാത്തവരെ വച്ചാൽ ഫെഫ്ക ഫൈൻ അടിക്കുമല്ലോ. സിനിമയിൽ ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവോ സംവിധായകനോ അംഗത്വമില്ലാത്ത ഒരാളെ വെച്ച് സിനിമ വർക്ക് ചെയ്താൽ ഫൈൻ അടിക്കും. എന്താ നിങ്ങൾ സീരിയലിൽ ഈ സംവിധായകനും ഈ എക്സിക്യൂട്ടീവിനും ഫൈൻ അടിക്കാത്തത്? അടിക്കണമല്ലോ, പക്ഷെ അത് ചെയ്തിട്ടില്ല. മുഖം നോക്കാതെ നിങ്ങൾ നടപടിയെടുക്കാൻ ആ സംവിധായകനെയോ നിർമ്മാതാവിനെയോ വിളിച്ച് പറഞ്ഞോ? മലയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് ഈ ചെറുക്കനെ പിടിച്ച് അകത്തിടണ്ടേ? അതിന് പകരം നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാതെ അവനെ വർക്കിൽ നിന്ന് മാറ്റി നിർത്തി. എനിക്ക് അതുപോലും കള്ളത്തരമാണോ എന്ന് സംശയമുണ്ട്. അവൻ്റെ ഒരു 2 ദിവസം ഇടയിലെ മഹേഷ് പോയ ശേഷം നീ വന്നാൽ മതി എന്ന് പറഞ്ഞു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് അവൻ പറയുന്നത് മഹേഷ് തല ചെയ്യുന്ന ചീപ്പൂച്ചൻ്റെ കഴുത്തിൽ കുത്തി. ഞാൻ കേട്ട് നിൻ്റെ കഴുത്തിൽ കുത്തി മുറിഞ്ഞൊന്നുമില്ല. അടയാളം വല്ലതും ഉണ്ടോ? അടയാളവും ഇല്ല. പിന്നെ കണ്ടവരുണ്ടോ? കണ്ട ഒരുപാട് പേരുണ്ട്. യമനെ പോലുള്ളവന്മാർ ആ സെറ്റി കാണുമെന്നേ തെമ്മാടികൾ. അവന്മാർ പറയും മഹേഷ് കുത്തണം കണ്ടത്. ഞാൻ മഹേഷിനെ അപ്പം തന്നെ വിളിച്ചു. മഹേഷ് പറഞ്ഞു, എൻ്റെ പൊന്നു ദിനേശേ, ഞാൻ ഇത്രയും കാലം 40 വർഷം സിനിമയിൽ നിന്നിട്ട് സീരിയലിൽ നിന്നിട്ട് ഞാൻ ആരെങ്കിലും ചീപ്പൂച്ച് കുത്തുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാണ് അയാൾ സാധുവാണെന്നേ. അയാളെ SK ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ 2 ദിവസം റെസ്റ്റ് എടുക്കുക. കഷ്ടമാണ് സീരിയലിൻ്റെയും സിനിമയുടെയും ലൊക്കേഷനിൽ ഇതുപോലുള്ള അലവലാദികളെ വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ ഇവനെയൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ എന്തൊരു നാണക്കെടെന്ന് വിളിച്ചോക്കി ആ സംവിധായകന്. ഇവൻ വല്ല വാറ്റുകാരെ കച്ചവടക്കാരനോ കഞ്ചാവ് കച്ചവടക്കാരനൊക്കെ ആവേണ്ടവനെ ബസ് സ്റ്റാൻഡിൽ പോക്കറ്റ് അടിക്കാനൊക്കെ നിൽക്കേണ്ടവനെ പിടിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇന്ന് മഹേഷിന് സംഭവിച്ചത് നാളെ ദിനേശ് പണിക്കരെ നിങ്ങൾക്കും സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ നിങ്ങൾ ഗണേശനോട് പറഞ്ഞിട്ട്, നിങ്ങളുടെ ആത്മയുടെ ചെയർമാനാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു തെമ്മാടി നമ്മുടെ അംഗമുള്ള, ഇനിയിപ്പോൾ ആത്മയിലും മഹേഷിനും അംഗത്വം ഇല്ലെന്ന് എനിക്കറിയില്ല, അമ്മയിൽ അംഗത്വം ഇല്ലെന്ന് എനിക്കറിയണ്ട. അതുകൊണ്ട് മോഹൻലാൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ട് അവിടെയും എടുക്കണ്ട, ഇവിടെ അംഗത്വം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എടുക്കണ്ട എന്ന് പറഞ്ഞ് മഹേഷിനെ ഒഴിവാക്കിയൊന്നും എനിക്കറിയില്ല. ഏറ്റവും കുറഞ്ഞത് മഹേഷ് ഈ അടുത്ത കാലത്ത് BJPയിൽ അംഗത്വം എടുത്തു. എടാ BJPയിലെ വലിയ സിംഗങ്ങളെന്നല്ലേ പറഞ്ഞു. ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരുത്തം പോയി ആ മലയൻകീഴ് ലൊക്കേഷനിൽ ചെന്നിട്ട് ഈ ചെറുക്കനെ പിടിച്ച് 4 ഇടി കൊടുക്കണ്ടായിരുന്നു. അതിനു പോലും ഈ മഹേഷിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അയാളൊരു പാവത്താനായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. എന്തായാലും മഹേഷിൻ്റെ 2 സ്റ്റഡിരിക്കുന്ന 3 ബ്ലോക്കുള്ള ആ മനുഷ്യനെ ഇടിച്ചവൻ നാളെ പണിക്കരെ പോലുള്ള മാന്യമായി ജീവിക്കുന്ന സംഘടനാ നേതാക്കളുടെ നെഞ്ചത്തും ഇടിക്കാൻ മടി കാണിക്കില്ല, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്താനെങ്കിലും മടി കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തെമ്മാടികളെ മലയാളത്തിലെ ഒരു സീരിയലിലോ ഒരു സിനിമയിലോ വയ്ക്കരുത്. ഇവൻ്റെ ജാതകം ഇവിടെ അവസാനിപ്പിക്കണം, ഇവനെ പറഞ്ഞു വിടണം. സീരിയൽ സിനിമാ രംഗത്ത് ഇനി ഇതുപോലുള്ളൊരു തെണ്ടി ചെറുക്കം വേണ്ട എന്ന് തീരുമാനിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് നന്നായിട്ട് വേദനിച്ചു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും പേരെ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്തത്. എനിക്ക് ആ മഹേഷ് എനിക്ക് ആ വോയിസ് മെസ്സേജ് അയച്ചത് കേട്ടപ്പോൾ എനിക്ക് പാവം തോന്നി അയാളോട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ആൽത്തറ ബൈജു ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ 16 അടിയന്തരമായിരുന്നു ഇന്ന്. അവൻ തീർത്തോളം തന്നെ അകത്ത് കിടന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചനെ. ചില സന്ദർഭങ്ങളിൽ അല്പ ചട്ടമ്പിത്തരം കയ്യിൽ വേണം എന്ന് മഹേഷിന് കിട്ടിയ ഇടിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
എന്തായാലും ഇനിയെങ്കിലും വേറൊരു നടനോ നടിക്കോ ഇതുപോലുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ നടപടി ആത്മയും ഫിഫ്കയുടെ ഈ TV സംഘടന എന്ന് പറയുന്ന MDTV തെമ്മാടി കൂട്ടങ്ങൾക്ക് ഒരു കാരണവശാലും ലൊക്കേഷനിൽ ഇടം കൊടുക്കരുത്, അത് ഞങ്ങൾ അനുവദിക്കില്ല എന്ന് കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ആരോഗ്യവാനായി മഹേഷ് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.